ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ലളിതാ സഹസ്രനാമം ഒരു ഭാഗമായി വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ളത് 1000 നാമങ്ങൾ വെച്ചിട്ട് ദേവിയെ നമ്മൾ സ്തുതിക്കുമ്പോൾ എന്താണ് ഇതിനർത്ഥം? എന്തിനാണ് ഈ പേരുകൾ? ഇത് പേരുകൾ മാത്രമാണോ? ശ്രീവിദ്യ ആചാര്യന്മാർ പറയുന്നത് ഓരോ നാമവും മനുഷ്യൻ്റെ ബോധത്തെ, ആന്തരികമായ അവസ്ഥയെ, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ എങ്ങനെ കാണണം, അല്ലെങ്കിൽ എങ്ങനെ കാണുന്നു, എങ്ങനെ ശുദ്ധീകരിക്കാം എന്നുള്ളതിനൊക്കെ പറയുന്ന ഒരു മനുഷ്യബോധത്തിൻ്റെ പല നിലകളിലേക്ക് യോഗശാസ്ത്രവും ഉപനിഷത്തും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് മനുഷ്യബോധത്തിൻ്റെ നിലകൾ മനസ്സിലാക്കാൻ വേണ്ടി ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയ, ആ അവസ്ഥകളിലേക്ക്, ജാഗ്രത് എന്ന് പറയുന്ന ഉണർന്ന അവസ്ഥ, സ്വപ്നം എന്ന് പറയുന്ന സ്വപ്നാവസ്ഥ, സുഷുപ്തി എന്ന് പറയുന്ന ഗാഢമായ നിദ്ര, തുരിയ എന്ന് പറയുന്ന പരമബോധം, അതാണ് കോൺഷ്യസ്നസ്. ലളിതാ സഹസ്രനാമത്തിലെ നാമങ്ങൾ ഈ ബോധ അവസ്ഥകളുടെ പല പടികളെയും പല ലെവലുകളെയും ഒക്കെയാണ് കാണിക്കുന്നതെന്നാണ്. സഹസ്രനാമം അതിൻ്റെ സാരം 1000 പത്മദളങ്ങൾ. യോഗത്തിൽ പറയുന്ന ഒരു പ്രധാന ചക്രം എന്ന് പറയുന്നത് സഹസ്രാര ചക്രമാണ്. ഇത് തലയുടെ മുകളിലുള്ള സഹസ്രാര ചക്രം, മേധസ്, അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ആശീർവാദം കിട്ടുന്നതും ഭഗവാന്റെ സൃഷ്ടി കിട്ടുന്നതും എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഈ റൂട്ട് ചക്രയിൽ നിന്നും, മൂലാധാരത്തിൽ നിന്നും സഹസ്രാര പത്മത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ എല്ലാ ചക്രങ്ങളെക്കുറിച്ചും നമ്മൾ പറയാറുള്ളത്. ഇതിൽ 1000 പുഷ്പദളങ്ങളുള്ള ഒരു ചക്രമാണ് സഹസ്രാരതലത്തിൽ. ഇത് മനുഷ്യൻ്റെ അപരിമിതമായ ബോധശേഷി, ആയിരക്കണക്കിന് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ വലിയ സംഖ്യയായിട്ട് നമ്മൾ പറയാറുണ്ട്. ആ ലെവലിൽ കണക്കാക്കിയാൽ മതി. 1000 കൃത്യമായിട്ട് എണ്ണി തട്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ 1000 നാമങ്ങളെന്ന് പറയുന്നത് അതേ അർത്ഥമുള്ളൂ. 1000 കൃത്യമായിട്ട് എണ്ണിത്തട്ടപ്പെടുത്തേണ്ടതല്ല. 1000 ബോധാവസ്ഥയിൽ ആയിരക്കണക്കിന് എന്നൊക്കെ നമ്മൾ പറയുന്ന കുറേ ബോധങ്ങൾ, കുറേ നാമങ്ങൾ, കുറേ അറിവുകൾ, അതിനെ അനന്തമായി വികസിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. നാമങ്ങളുടെ ആന്തരിക അർത്ഥം എന്ന് പറയുന്നത്, പല നാമങ്ങൾ മനുഷ്യ മനസ്സിൻ്റെ വിവിധ ഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ചിദഗ്നികുണ്ഡ സംഭൂത പറഞ്ഞു, ചൈതന്യത്തിൻ്റെ അഗ്നിയിൽ ഉദിക്കുന്ന ശക്തി, അത് ബോധത്തിൻ്റെ ഉണർവാണെന്ന് ഞാൻ പറഞ്ഞു. കാമേശ്വരി, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന അർത്ഥം. ആന്തരികമായ അർത്ഥം അവിടെ കാണുന്നത് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക എന്ന അർത്ഥം. എവിടെ, എങ്ങനെ, എപ്പോൾ, എന്തിന്, ആർക്ക് വേണ്ടി എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ശുദ്ധമാവുന്നത്. ഓരോരാളുടെയും ശുദ്ധം ഡിഫറൻ്റാണ്. ഞാൻ ശുദ്ധമാണെന്ന് ധരിക്കുന്നത് എൻ്റെ കൂടെ വർത്തിക്കുന്നവർക്ക് ചിലപ്പം അശുദ്ധമായിട്ട് തോന്നാം. അതെൻ്റെ കുഴപ്പമല്ല, ആ ശുദ്ധതയില്ലായ്മയുടെ, ശുദ്ധതയിലേക്ക് എത്താത്തതിൻ്റെ കുഴപ്പമാണ്. ഈ 2 പേരുടെ ഇടപെടുന്ന സംഭവങ്ങൾ മൂന്നാമതൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ ആര് പറയുന്നു എന്നനുസരിച്ചിട്ടാണ് അതിന് പൊടിപ്പും തൊങ്ങലൊക്കെ ഉണ്ടാവുക. അശുദ്ധമാവും. അപ്പോൾ ശുദ്ധമായിട്ടുള്ളത് അശുദ്ധമാക്കാനും അശുദ്ധമായിട്ടുള്ളത് ശുദ്ധമാക്കാനും മനസ്സും വാക്കും ഒക്കെ നന്നായിട്ടില്ലെങ്കിൽ, പ്രവൃത്തികൾ നന്നായിട്ടില്ലെങ്കിൽ ഇതിനൊക്കെ ഫലങ്ങളുണ്ടാവും. ഇതിൽ ഒരു വാക്ക് ഭവാനി, ജീവിതത്തെ പോഷിപ്പിക്കുന്ന ശക്തി എന്നാണ്. ആന്തരികമായ അർത്ഥം പറയുന്നത് ജീവിതത്തിൻ്റെ ബോധമാണ്. ആ ബോധം നശിച്ചവർ ഭവാനിത്വമില്ലായ്മ ഉള്ളവരാണെന്ന് പറയാം. ആ ഭവാനിത്വം ഇല്ലാത്തപ്പോൾ ഓടി നടക്കും അവിടെ ഇവിടെയൊക്കെ. ശിവകാമേശ്വരാംഗസ്ഥ എന്നൊരു വാക്കുണ്ട്. ശിവ കാമേശ്വരാംഗസ്ഥ എന്നാണ് വാക്ക്. ശിവബോധത്തോടൊപ്പമുള്ള ശക്തി എന്നാണ്. ശിവനും ശക്തിയും ഒരുമിക്കുമ്പോൾ ഉണ്ടാവുന്ന, ആ അംഗങ്ങളായി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ. അർദ്ധനാരീശ്വര സങ്കല്പത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 1000 നാമങ്ങൾ 3 പ്രധാന ഭാവങ്ങളാണെന്ന് മനസ്സിലാക്കാം. ശ്രീവിദ്യ വ്യാഖ്യാനത്തിൽ ശക്തി, ജ്ഞാനം, ആനന്ദം. ദൈവത്തിൻ്റെ രൂപങ്ങൾ ശക്തിയായിട്ടും ദൈവശക്തിയുടെ രൂപങ്ങളെ ശക്തിയായിട്ടും, ഓരോ നാമങ്ങൾക്കും ഓരോ വകഭേദങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ നമ്മൾ അറിയുമ്പോൾ ആ അറിവിനെയാണ് ജ്ഞാനം, ബോധം എന്ന് പറയാം. അത് പ്രകടമായിട്ടുള്ളതല്ല, ആന്തരികമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അനുഭവിക്കുന്നതാണ് ആനന്ദം.
അതാണ് ആത്മാനുഭവമായിട്ട് മാറേണ്ടത്. അപ്പോൾ കുറേ രൂപങ്ങളും കുറേ പേരുകളും കുറേ ശക്തിയുടെ പേരുകളും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആന്തരിക അർത്ഥം ഇൻ്റലക്ച്വലായിട്ട് മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. അത് ആനന്ദാവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു രംഗമുണ്ട്. അവിടെ ചിലപ്പോൾ രൂപവും കാണില്ല, നമുക്ക് വൈജ്ഞാനിക തലത്തിൽ അർത്ഥം മനസ്സിലാക്കേണ്ട കാര്യമില്ല, ആനന്ദത്തിലേക്ക് എത്താൻ സാധിക്കും. ഈ മനസ്സിൻ്റെ പരിണാമമാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. ആ യാത്രയാണ് മാനസികമായിട്ടുള്ള യാത്ര. അവിടെ ഭയം, മോഹം, ആഗ്രഹം എന്നൊക്കെ അവസ്ഥയിൽ നിന്ന് മനസ്സെവിടേക്കെത്തും? സ്നേഹം, സമാധാനം, ജ്ഞാനം എന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഭയവും മോഹവും ആഗ്രഹവും ഉള്ള കുറേ ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അവർ അതൊന്നും ഇല്ലാത്തൊരാളത്തെ എടുത്തുമ്പോഴത്തേക്കും അവർ കൊടുക്കുന്ന സ്നേഹം, അവർ കൊടുക്കുന്ന സമാധാനം, അവർ കൊടുക്കുന്ന ജ്ഞാനം ഒക്കെ എന്തായിട്ട് ഭവിക്കും? ഭയവും മോഹവും ആഗ്രഹത്തിൻ്റെ ഭാഗങ്ങളായിട്ട് ഭവിക്കും. ഇതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആൾക്കാരുടെ പ്രശ്നങ്ങൾ. നമ്മൾ കൊടുക്കുന്ന സ്നേഹം ഭയമായിട്ട് മാറും, നമ്മൾ കൊടുക്കുന്ന സമാധാനം മോഹമായിട്ട് മാറും, നമ്മൾ കൊടുക്കുന്ന ജ്ഞാനം ആഗ്രഹമായിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ജ്ഞാനം പോരാന്ന് വെച്ചിട്ട് ജ്ഞാനം തപ്പി തപ്പി നടക്കും അവിടെ ഇവിടെയൊക്കെ. എന്നിട്ട് നിരാശയിലെത്തും. പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാൻ അത് പഠിക്കട്ടെ, ഇത് പഠിക്കട്ടെ, അവിടെ പോട്ടെ, ഇവിടെ പോട്ടെ, എവിടെ വേണമെങ്കിലും പോയി എന്ത് വേണമെങ്കിലും പഠിച്ചോളൂ. ആർക്കപ്പം അതിൽ ഛേദം? ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അവിടെ ഇവിടെയൊക്കെ തണ്ടി നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറികളും ഭക്ഷണവും ഒക്കെ ഉണ്ട്. എന്നിട്ടും ഡോക്ടറെ അടുത്ത് പോയിട്ട് വിറ്റമിൻ ടാബ്ലറ്റ് കഴിക്കണം. ഇത് സ്ഥിരമായിട്ട് കഴിക്കാത്തപ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ പരമാനന്ദത്തിലേക്ക് എത്താൻ തണ്ടി നടക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അറിവ് നേടേണ്ട സ്ഥലത്ത് അറിവ് നേടേണ്ട വിധത്തിൽ ചിട്ടയായിട്ട് പെരുമാറി പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ആനന്ദം. ഇത് ശ്രീചക്രവുമായിട്ടുള്ള ബന്ധം എന്താണ്? ശ്രീവിദ്യയിൽ എൻ്റെ ദശമഹാവിദ്യ എന്ന പുസ്തകത്തിൽ ജോമെട്രി എന്ന് പറയുന്ന ചക്രങ്ങളും ഓരോ നമ്മുടെ ശരീരത്തിലുള്ള ചക്രങ്ങളും ജോമെട്രികളും ദേവീ സങ്കല്പങ്ങളും കർമ്മങ്ങളും ക്രിയകളും നാമങ്ങളും ഒക്കെ ബന്ധിപ്പിച്ചിട്ട് ഞാൻ എഴുതിയിട്ടുള്ളതാണ് എൻ്റെ ദശമഹാവിദ്യ എന്ന് പറഞ്ഞ പുസ്തകം. ശ്രീവിദ്യയിൽ പ്രധാനമായിട്ടുള്ള പ്രതീകം ശ്രീചക്രമാണ്. ഈ ശ്രീചക്രത്തിൽ 9 ആവരണങ്ങൾ നമ്മൾ കണ്ടു. അത് ഒരു ബോധനിലയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ വീഡിയോയിൽ അതായിരുന്നു. ലളിതാ സഹസ്രനാമത്തിലെ നാമങ്ങൾ ഈ വിവരണവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് തന്നെയാണ് ഉപനിഷത്ത് സന്ദേശം. ഈ ഉപനിഷത്തിൻ്റെയൊക്കെ കാച്ചിക്കുറുക്കിയ ഭഗവത്ഗീതയിലും അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഞാൻ തന്നെയാണ് പരമസത്യമെന്ന് നമ്മൾ മനസ്സിലാക്കിപ്പിക്കുന്ന അന്തിമമായ സന്ദേശം ലളിതാ സഹസ്രനാമത്തിലും ഗീതയിലും ഉപനിഷത്തിലും ബ്രഹ്മ സത്യങ്ങൾ പറയുന്ന ഏത് ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ പറ്റും. ആത്മീയമായ ലക്ഷ്യവും ഇത് തന്നെയാണ്. വെറും സ്തുതി, 1000 നാമങ്ങൾ ചൊല്ലിത്തീർക്കുക, എഴുന്നേറ്റ് നിന്നിട്ട് ചൊല്ലണോ, കിടന്നിട്ട് ചൊല്ലണോ, നടന്നിട്ട് ചൊല്ലണോ, മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ചൊല്ലണോ, കുളിച്ചിട്ട് ചൊല്ലണോ, ഇതൊന്നും ബാധകമല്ല. ധ്യാനവും ആത്മപരിശുദ്ധിയും ബോധം വികസിക്കാനുള്ള കഴിവും, ഈ 3 മാർഗങ്ങൾ, ധ്യാനം, ആത്മമായിട്ടുള്ള പരിശുദ്ധി, ബോധവികസനം, ഇത് 3 ചേരുമ്പോഴാണ് ലളിതാ സഹസ്രനാമവും ആ ചക്രവും നമ്മുടെ ബോധവും ഒക്കെ കൃത്യമായിട്ടുള്ള യോഗത്തിലേക്ക് എത്തുന്നത്. ഒരു വിത്ത് വൃക്ഷമാകുന്നത് പോലെ മനുഷ്യൻ്റെ ബോധം ആ ചെറിയ നാമങ്ങളിൽ നിന്ന് വികസിച്ച് വലിയ ബോധത്തിലേക്ക് എത്തും. 1000 ഘട്ടങ്ങളാണ് നിനക്കുണ്ടാവുക. അപ്പോൾ ദേവീ മഹാത്മ്യത്തിൽ ഈ നാമങ്ങളുടെയൊക്കെ പ്രാധാന്യം മനസ്സിനെ പരമബോധത്തിലേക്ക് എത്തിപ്പിക്കാനുള്ള ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം ഒന്ന് നോക്കിക്കാണാനാണ് ഞാനിവിടെ ശ്രമിച്ചത്.